ഫ്ലാഗ് ഓഫ് ചെയ്ത് പറഞ്ഞയച്ച നന്മകൾ നേർന്നുകൊണ്ട് പറഞ്ഞയച്ച ഈ ജാഥ തീർച്ചയായും പകുതി ദൂരം പിന്നിടുമ്പോൾ നമ്മൾ വിജയപഥത്തിലേക്ക് എത്തി എന്നുള്ളതാണ് സാറ്റിസ്ഫാക്ഷനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ആയുർവേദ ജീവനക്കാരടക്കമുള്ള ആയുഷ് മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും സമഗ്രമായ നീതിയും തൊഴിലും സംവരണവും അതുപോലെ ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യമായി നിർവഹിക്കുവാനും കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകരിക്കാത്ത ആയുർവേദ ആയുഷ് തൊഴിലാളികളെ തൊഴിൽ ആക്കി മാറ്റിയെടുക്കുവാനുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത്. 10 ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. ഈ 10 ആവശ്യങ്ങളിലും അനുഭാവപൂർണമായ സമീപനം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ ലേബർ അധികാരികൾ എല്ലാവരെയും ഞങ്ങൾ കാണുന്നുണ്ട്. അവർക്കെല്ലാം ഡേറ്റും നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രായോഗികമായി ഈ സമരപ്രഖ്യാപന ജാഥയാണ് നമ്മൾ ഇതുവഴി കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അസംഘടിത മേഖലയിലുള്ള എല്ലാ ജീവനക്കാർക്കും ഇതൊരു വലിയ ഒരു സംരക്ഷണത്തിൻ്റെ പാതയാണ്. ഇത് സംരക്ഷണ ജാഥയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജനങ്ങളും വളരെയധികം അസ്വസ്ഥരാണ്. ജീവിത നിലവാരം ഉയരുന്നതിനോട് കൂടി അല്ലെങ്കിൽ ജീവിത സൂചിക ഉയർത്തുന്നതോടുകൂടി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് അസംഘടിത മേഖലയിലുള്ളത്. നിർഭാഗ്യവശാൽ ഗവൺമെൻറ്റോ അധികാരികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇതിനെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം കാണാനും പ്രധാനമന്ത്രി വരെയുള്ള അധികാരികളോട് സംസാരിക്കുവാനും അവർക്ക് ഈ കാര്യത്തിലുള്ള ഉത്സാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളും മനുഷ്യരാണ്, നമ്മൾക്കും തൊഴിലവസരങ്ങളും തൊഴിൽ അവകാശങ്ങളും ഉണ്ടെന്ന് അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ 5 പേര് കഴിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കല്പത്തിലാണ് 1948 ഇന്ത്യയിലെ ലേബർ ആക്ട് അല്ലെങ്കിൽ മിനിമം വേജസ് ആക്ട് നിലവിൽ വന്നത്. കാലാന്തരത്തിലും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അവസരത്തിലൊക്കെ